പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷ 7ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ മുഴുവൻ മാർക്കും നേടി ടോപ്പ്ലസ് എങ്ങനെ കരസ്ഥമാക്കാം? കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്? എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും? എന്നീ സംശയങ്ങളെല്ലാം നീക്കുന്ന രൂപത്തിലുള്ള വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ അറിയിക്കുകയാണ്. നമുക്കാദ്യം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പർ ഉത്തരസഹിതമൊന്ന് വായിച്ച് പരിചയപ്പെടാം. ഒന്നാമത്തതായി ചോദിച്ചിട്ടുള്ളത് സിൽ ബിൽ മുനാസിബി, യോജിച്ച ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ്. താഴെ നിങ്ങൾക്ക് കാണാം 5 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഡിസോർഡറായി ബ്രാക്കറ്റിലുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെ നേരെയും ശരിയായ ഉത്തരം എഴുതി കൊടുക്കണം. ഒന്നാമത്തത് യസൂമു ഫീഹി, റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കും അൽ മുസ്ലിമൂന എന്നാണ് അവിടെ തിരഞ്ഞെടുക്കേണ്ടത്. മുസ്ലിമീങ്ങളും വൽ മുസ്ലിമാത്തു എളുപ്പം തിരഞ്ഞെടുക്കാം, കാരണം മുസ്ലിമാത്തു എന്നുള്ളത് അപ്പുറത്തുള്ളത് കൊണ്ട് ബ്രാക്കറ്റിൽ നിന്ന് മുസ്ലിമൂനയാണെന്ന് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തത് ഇന്ന സ്വലാത്ത വാജിബത്തുൻ, ഇന്ന സ്വലാത്ത തീർച്ചയായും നിസ്കാരം വാജിബത്തുൻ നിർബന്ധമാണ്. ഇന്നയും ഇന്നയുടെ മറ്റു സഹോദരിമാർ കന്ന ലാക്കിന്ന ലെയ്ത്താല അല്ല പോലെയുള്ള ഇന്നയുടെ സഹോദരിമാർക്ക് ശേഷമുള്ള വാക്കിനും ഫതഹ് അഥവാ നെസ്ബായിരിക്കും. സ്വലാത്തു എന്നോ സ്വലാത്തി എന്നോ ഒരിക്കലും വരാൻ പറ്റില്ല, സ്വലാത്ത എന്ന് തന്നെ വരണം. അതുപോലെ തന്നെ വാജിബത്തുൻ എന്നുള്ളതിൽ വാജിബത്തുൻ എന്ന് വരണം. തിൻ എന്നോ അല്ലെങ്കിൽ തെൻ എന്നോ പറ്റില്ല, കാരണം ഇന്നയ്ക്ക് ശേഷമുള്ള ഇസ്ബിനിക്ക് നെസ്ബാണ് അഥവാ ഫതഹാണ്, ശേഷമുള്ള അതിൻ്റെ ഖബറിനിക്ക് റഫ്ഉമാണ് അഥവാ ലമ്മുമാണ്. ഇത് മൊത്തത്തിലുള്ള നിയമമാണ്. ഈ നിയമം എളുപ്പത്തിൽ കാണാതെ പഠിക്കാൻ വേണ്ടി ഇന്നല്ലാഹ വഫൂറുൻ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഇന്നല്ലാഹ വഫൂറുൻ, ഇന്നയ്ക്ക് ശേഷം അല്ലാഹ വഫൂറുൻ റുൻ, ഇത് പഠിച്ചു വെച്ചാൽ ഇന്നയും ഇന്നയുടെ സഹോദരിമാരും വന്നാൽ നമുക്ക് മാറില്ല. ഇതേപോലെ തന്നെ അടുത്തത് മൂന്നാമത്തത് കാനത്തിഫുലു മുബ്തസിമൻ, ഇതിൻ്റെ നേരെ എതിരാണ്. കാനത്തിഫുലു കുട്ടിയായി, മുബ്തസിമൻ ചിരിക്കുന്നവനായി, ഇതിൻ്റെ നേരെ എതിരായിട്ട് വരുന്നതാണ്. അഥവാ കാനയുടെ ശേഷം വരുന്ന ഇസ്മിനിക്ക് ലമ്മ് അഥവാ റഫ്, തിഫിലു, തിഫിലി എന്നോ തിഫില എന്നോ പറയാൻ പറ്റില്ല. മുബ്തസിമൻ എന്നുള്ളിടത്ത് മുബ്തസിമുൻ എന്നോ മുബ്തസിമിൻ എന്നോ പറയാൻ പറ്റില്ല, കാരണം കാന അല്ലാഹു വഫൂറൻ, കണ്ടില്ലേ, കാന അല്ലാഹു എന്നുള്ളതിന് ലമ്മ്, വഫൂറൻ നേരത്തതിൻ്റെ നേരെ എതിരായിട്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ ഇന്നല്ലാഹ വഫൂറിൻ എന്നും കാനല്ലാഹു വഫൂറിൻ എന്നും പഠിച്ചു വെച്ചാൽ ഇന്നയുടെ ഇന്നയും ഇന്നയുടെ സഹോദരിമാർ വരുമ്പോഴും കാനയും കാനയുടെ സഹോദരിമാർ വരുമ്പോഴും നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തത് അക്കൽത്തുൽ യൗമൽ ഖുബ്സ, ഈ ദിവസം ഞാൻ പത്തിരി കഴിച്ചു. ലഹ്മ, അതുപോലെ തന്നെ മാംസവും. അത്ഫിൻ്റെ അക്ഷരങ്ങളിൽ വ, ആൻഡ് എന്നർത്ഥം വരുന്ന വായാണ് അവിടെ യോജിച്ചത്. സന്ദർഭം കൊണ്ട് എളുപ്പം നമുക്കത് മനസ്സിലാക്കാനും കഴിയും. അഞ്ചാമത്തത് ഉൻസുർ അഹാക്ക ലോലിമൻ, നീ നിൻ്റെ സഹോദരനെ സഹായിക്കുക. ലാലിമൻ, അവൻ അക്രമി ആവട്ടെ. ആ ഒരു പ്രയോഗം, ആ ഒരു മലയാളത്തിലുള്ള പ്രയോഗം ആവട്ടെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടവനാവട്ടെ, ആ ഒരു ശൈലിയോട് യോജിച്ച അത്ഫിൻ്റെ അക്ഷരം ഔ ആണ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ അത്ഫിൻ്റെ അക്ഷരങ്ങളും നന്നായി നമ്മൾ പഠിക്കുക. ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നയുടെ പ്രയോഗം, കാനയുടെ പ്രയോഗം, അതിൻ്റെയൊക്കെ സഹോദരിമാരുടെയും പ്രയോഗങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ല അലാമത്ത് സ്വഹീഹി, ശരിയായതിന് നേരെ ടിക്കറ്റ് കൊടുക്കാനാണ്. 5 ചോദ്യങ്ങൾ താഴെ കാണാം. അതിൻ്റെ നേരെ 3 കള്ളികളിലായി 3 ഓപ്ഷനുകളുണ്ട്. ശരിയായ കള്ളിയിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. ഒന്നാമത്തത് മാലി മജ്ഹൂലാണ് ചോദിച്ചിട്ടുള്ളത്. യസ്മഉ എന്നുള്ളത് മുലാരിയാണ്, കാരണം അത്തൈന എന്ന മുലാരിൻ്റെ അക്ഷരത്തിലുള്ള യ തുടക്കത്തിലുണ്ട്. ലറബ എന്നുള്ളത് ഫഅല രൂപത്തിലുള്ളതാണ്. ഫഅല എന്നുള്ളത് മാലി മഅറൂഫാണ്, അഥവാ പ്രവർത്തിച്ചയാളെ അറിയപ്പെടുമ്പോഴാണ് മഅറൂഫാകുന്നത്. അതാണ് ലറബ, ഫഅല. മാലി മജ്ഹൂൽ എന്ന് പറയുന്നത് ഫുഇല മോഡലിൽ വരുന്നതാണ്. ആദ്യത്തെ അക്ഷരത്തിന് ലമ്മും രണ്ടാമത്തെ അക്ഷരത്തിന് കെസുറുമായി വരുന്നതൊക്കെയാണ് മജ്ഹൂൽ. ഫുഇല, കൂത്തീല. അപ്പോൾ ശരിയായത് കുത്തിലയാണ്.
രണ്ടാമത്തത് ഇദ ഷംസു സൂര്യൻ, സയ്യാറത്തുൻ കാർ എന്നാണ്, അൽ കമറു ചന്ദ്രനാണ്, കുവ്വിറത്ത് അതിനെ ചുരുട്ടപ്പെട്ടാൽ, അതിനോട് യോജിച്ചത് കുവ്വിറത്താണ്. മൂന്നാമത്തത് യുനസ്സിലുല്ലാഹു അള്ളാഹു താല ഇറക്കുന്നു, അൽ മത്തരി എന്നുണ്ട്, അൽ മത്തറു എന്നുണ്ട്, അൽ മത്തറ എന്നുണ്ട്. യുനസ്സിലു എന്നുള്ളത് ഇറക്കും എന്നുള്ളതൊരു ക്രിയയാണ്. ആരാണ് ഇറക്കുന്നത്? അള്ളാഹു ആണ് ഇറക്കുന്നത്. ഇനി എന്താണ് ഇറക്കുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ മേലിലാണ് ഇറക്കുന്നത്? ഇതൊക്കെ വരുന്നത് മഫ്ഊലായിട്ടാണ്. ക്രിയയുടെ കർത്താവിനെപ്പോഴും റഫ് ആയിരിക്കും. അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് വരുന്നതിനൊക്കെ ലമ്മായിരിക്കും. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മ്. അള്ളാഹുവിന് ശേഷം അതിൻ്റെ സ്ഥാനത്ത് വരുന്ന, എവിടെയാണോ ഇറക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ഇറക്കുന്നത് അതിൻ്റെ സ്ഥാനത്ത് വരുന്നത് മഫ്ഊലാണ്. ലോകത്തുള്ള എല്ലാ മഫ്ഊലും നെസ്ബായിട്ടാണ്, ഫതഹായിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് മത്തരി എന്നോ മത്തറു എന്നോ പറയാൻ പറ്റില്ല, പൊട്ടത്തെറ്റാണ്. മത്തറ എന്ന് തന്നെ പറയണം. യുനസ്സിലുല്ലാഹു അൽ മത്തറ. ഇനി വേറൊരു ഉദാഹരണം അതിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലറബ മുഹമ്മദുൻ, മുഹമ്മദ് അടിച്ചു. ഇനി അടിച്ച ആൾ അംറിനാണ് അടി കിട്ടിയതെങ്കിൽ അംറു എന്നോ അംരി എന്നോ പറയാൻ പറ്റില്ല. ലറബ മുഹമ്മദുൻ അംറൻ എന്ന് ഫതഹ് കൊണ്ട് നെസ്ബ് കൊണ്ടേ പറയാൻ പറ്റൂ. നാലാമത്തത് ലറബൽ വാലിദു, ഉപ്പ അടിച്ചു. ലറബ ക്രിയയാണ്, വാലിദു ആ ക്രിയ ചെയ്ത കർത്താവാണ് വാലിദ്. ഇനി അതിനോട് യോജിച്ചത് ഏതാണ്? ഫതഹുള്ളത് വരണം. ഇതിൽ ഉമ്മിഹി എന്നുള്ളതിന് ഫതഹില്ല, അബീഹി എന്നുള്ളതിന് ഫതഹില്ല. വലദ എന്നുള്ളതിൽ ഫതഹുണ്ട്. വലദഹു, കുട്ടിയെ അടിച്ചു. അഞ്ചാമത്തത് ലറഫു സമാൻ, ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നത് ഏതാണ്? ഖൽഫ എന്ന് പറഞ്ഞാൽ പിന്നിലെന്നാണ്. ഇന്ത എന്ന് പറഞ്ഞാൽ അരികിലാണ്. അതൊന്നും സമയവുമായോ കാലവുമായോ ബന്ധപ്പെട്ടതല്ല. ബുക്കുറത്തൻ എന്ന് പറഞ്ഞാൽ നേരത്തെ, അതൊരു കാലവുമായി ബന്ധമുണ്ട്. ബുക്കുറത്തൻ എന്നുള്ളതാണ് യോജിച്ചത്. ഇതുപോലെ മറ്റു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോന്നിൻ്റെയും നേക്ക് പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉത്തരം എഴുതി കൊടുക്കാൻ കഴിയും. ഇനി മൂന്നാമത്തത്, വായിക്കുന്നതിന് മുമ്പ് വളരെ കഷ്ടപ്പെട്ട് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഉക്തുബുൽ അദദ, എണ്ണം എഴുതാനാണ്. വളരെ എളുപ്പമുള്ളതാണ്, വേഗത്തിൽ നമുക്ക് വായിച്ചു പോകാം, നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും. അൽ ഹുറൂഫുൻ നാസിബത്തുലിൽ മുലാരി, മുലാരിയായ ഫീലിന് നെസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ എത്രണ്ണാണ്? അർബഅത്തുൻ, 4 എണ്ണമാണ്. അൽ ലമായിറുൽ മുൻഫസിലത്തു, മുൻഫസിലായ ലമീറുകൾ എത്രണ്ണാണ്? 14, 14 എണ്ണമാണ്. 3 അൽ ഹുറൂഫുല്ലത്തി തെജ്സിമുൽ മുലാരിയ, മുലാരിയായ ഫീലിക്ക് ജസ്മ് അഥവാ സുക്കൂൻ ചെയ്യപ്പെടുന്ന അക്ഷരങ്ങൾ 5, 5 എണ്ണമാണ്. 4 ഹുറൂഫുൽ അത്ഫി, അത്ഫിൻ്റെ അക്ഷരങ്ങൾ 10, 10 എണ്ണമാണ്. 5 നൗഉൽ ലർഫി, ലർഫ് എത്ര ഇനമാണ്? ഇസ്നാനി, 2 ഇനമാണ്. അപ്പോൾ ഈ എണ്ണങ്ങളും അതിൽ വരുന്ന കിസ്മുകളും ഭാഗങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തത് ഇൽബിത്ത് ബിൽ അഷ്കാലി, ഓരോന്നിനിക്കും ഫതഹ് കസ്ർ ലമ്മ് എന്നീ അർക്കത്തിട്ട് കൊടുക്കാനാണ്. ദഹബ്തു ഇലൽ ബൈത്തിൽ ഉസ്താദി, അകൽത്തു സമക്കത്ത, അകൽത്തു എന്നുള്ളത് ക്രിയയുണ്ട്, അതിൽ കർത്താവുണ്ട്. ഞാൻ കഴിച്ചു. അപ്പോൾ അതിന് ശേഷം വരുന്ന സമക്കത്ത എന്നുള്ളത് താ കൊണ്ട് തന്നെ പറയണം. നമ്മൾ പറഞ്ഞു മഫൂൽ നസ്ബാണ്, മഫൂലാണ് സമക്കത്ത എന്നുള്ളത്. ഹത്താർ സിഹ, ലൈസൽ അംറു സഹിലൻ, കാനയുടെ സഹോദരിയിൽപ്പെട്ടതാണ് ലൈസ. അപ്പോൾ കാനല്ലാഹു വഫൂറൻ എന്ന പ്രയോഗം പോലെ ലൈസൽ അംറു സഹിലൻ. അഞ്ചാമത്തത് തെർജിം, പരിഭാഷപ്പെടുത്താനാണ്. ഇങ്ങനൊരു ചോദ്യം ഉറപ്പായും പ്രതീക്ഷിക്കാം. പാഠങ്ങളെല്ലാം അർത്ഥം വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. 1 ഔലമൽ അറൂസു ഹുബ്ബൻ ലി സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൻ്റെ ചര്യയെ ഇഷ്ടപ്പെട്ടതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി. വിവാഹ സദ്യ ഒരുക്കുക എന്ന് പറയില്ലേ, അതാണ്. രണ്ടാമത്തത് ഖുലിക്കൽ ഇൻസാനു ലഈഫൻ, മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു. ഖുലിക ഫുഇല മജ്ഹൂലാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനെ തേടുന്നവനോ ആവുക. പണ്ഡിതനോ അല്ലെങ്കിൽ അറിവ് പഠിക്കുന്നവനോ ആവുക എന്ന ആശയം. ആറാമത്തത് തമ്മീം പൂർത്തിയാക്കാനാണ്. അതിലൊന്ന് അൽ മഫ്ഊലു ഫീഹി,
മഫ്ഊലു ഫീഹി ഇസ്മുൻ അതൊരു നാമമാണ്. യദുല്ലു അലാ സമാനിൻ വുഖൂഇൽ ഫീലി ക്രിയ നടന്ന കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു ഇസ്മാണ്. ഔ മക്കാനിഹി അല്ലെങ്കിൽ ക്രിയ സംഭവിച്ച സ്ഥലം. അപ്പോൾ ക്രിയ സംഭവിച്ച സ്ഥലത്തെയോ കാലത്തെയോ സമയത്തെയോ ഒക്കെ അറിയിക്കുന്ന ഒരു ഇസ്മാണ് മഫ്ഊലു ഫീഹി. രണ്ടാമത്തത് ജംഉ മുദക്കർ സാലിം യുജറു. ജംഉ മുദക്കർ സാലിമിന് ജറ് ചെയ്യപ്പെടുന്നത് ബിൽ യാ കൊണ്ടാണ്. അൽ മക്സൂറത്തി മാ കബലഹ അതിൻ്റെ മുമ്പുള്ള കെസ്റാക്കപ്പെട്ട യാ കൊണ്ടാണ് ജംഉ മുദക്കർ സാലിമിനിക്ക് ജറ് ചെയ്യുന്നത്. അപ്പോൾ ജംഉ മുദക്കർ സാലിം ഒരു ജറിൻ്റെ ഘട്ടത്തിൽ വന്നാൽ, ഇപ്പോൾ ഫായില് വരുന്നത് റഫ്ഇൻ്റെ ഘട്ടത്തിലാണ്, മഫ്ഊല് വരുന്നത് നെസ്ബിൻ്റെ ഘട്ടത്തിലാണ്. ഇതുപോലെ ഒരു ജറിൻ്റെ ഘട്ടത്തിൽ ജംഉ മുദക്കർ സാലിം വന്നാൽ അതിനുള്ള ജറ് എങ്ങനെ വരുന്നത്? അതിൻ്റെ മുമ്പുള്ള കെസ്റാക്കപ്പെട്ട യാ കൊണ്ടാണ്. ഏഴാമത്തത് അരിബ് അറബിയാക്കാനാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാകുന്നു. അന ദാരിസുൻ ഫിസ്സൊഫി സാബിയ. 2 അല്ലാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും. യുഹിബ്ബുല്ലാഹുൽ മുഖ്ലിസീന. 3ാമത്തത് മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നു. യസൂമുൽ മുസ്ലിമൂന ഷഹ്റൻ. 4 മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും. അഫ്രഹു മാദാമൽ മത്തറു നാസിലൻ. അപ്പോൾ ഇതുപോലെ മലയാളം നൽകിക്കൊണ്ട് അറബിയാക്കാനുള്ള ഒരു ചോദ്യം ഉറപ്പായും നമ്മൾ പ്രതീക്ഷിക്കുക. പാഠഭാഗവുമായി നല്ലോണം ബന്ധമുള്ളവർക്ക് ഇതൊക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക. 8ാമത്തതും ഇതുപോലെ തന്നെയാണ്. അർത്ഥം എഴുതാനാണ്. അറബി അറിഞ്ഞാലേ അതിൻ്റെ അർത്ഥം അറിയുകയുള്ളൂ. ഇതുപോലെ വൺ വേർഡായി ഒറ്റപ്പെട്ട് വരുന്ന പ്രയാസമുള്ള വേർഡുകൾ കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ചിലപ്പോൾ 1-2 മാർക്ക് കൊണ്ടായിരിക്കും നമ്മുടെ ടോപ്പ് പ്ലസ് നഷ്ടപ്പെടുക. അതും കൂടെ ശ്രദ്ധിക്കുക. റത്തുക്കുൻ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചത്, മഅറക്കുൻ യുദ്ധക്കളം, സ്വദീഖുൻ കൂട്ടുകാരൻ, മുഷാത്തുൻ കാൽനടക്കാർ, ഇബ്ലിൻ ഒട്ടകം. ഇതിനി ചോദിക്കണമെന്നില്ല, മറ്റേതെങ്കിലും ആയിരിക്കും ചോദിക്കുക. വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന പാഠത്ത് നിന്ന് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ അരക്കൊല്ലത്തിന് ശേഷം എടുത്ത പാഠങ്ങളിൽ നിന്നാണ്. ഒറ്റപ്പെട്ട ചോദ്യങ്ങളൊക്കെ മുമ്പുള്ള ഓരോ പാഠങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാം. എല്ലാ പാഠവും നന്നായി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ടോപ്പ് പ്ലസ് വാങ്ങാൻ കഴിയും. ഓരോ പാഠഭാഗത്തിൽ വരുന്ന വാക്കുകളും അറബികളും പ്രയോഗങ്ങളും അതിൻ്റെ ഡെഫിനിഷന്, മഫ്ഊലുകൾ, അതുപോലെ തന്നെ കാന അഖ്വാത്ത്, ഇന്ന അഖ്വാത്ത്, അത്ഫിൻ്റെ അക്ഷരങ്ങൾ, മജ്ഹൂല്, മഅറൂഫ് തുടങ്ങിയ എല്ലാ പ്രധാന വിഷയങ്ങളും പഠിച്ചു വെക്കുക. ഉറപ്പായും നമുക്ക് ടോപ്പ് പ്ലസോടെ വിജയിക്കാൻ കഴിയും. നല്ല നല്ല വീഡിയോകൾ ഇനിയും വരാനുണ്ട്. സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.